ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എങ്ങനെയാണ് കൈക്കുഴി ശരിയാക്കുന്നതെന്ന് കാണിച്ചു തന്നിരുന്നു. അത് വ്യക്തമായിട്ട് ഡ്രസ്സിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്കത് എങ്ങനെ ശരിയാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് കൈയുടെ ഇതാണ് ഫ്രണ്ട് കൈക്കുഴി. ഇത് ഫ്രണ്ട് കൈക്കുഴി. ഇതെങ്ങനെയാണ് അളവെടുക്കുന്നതെന്ന്, ഫ്രണ്ട് കൈക്കുഴിയുടെ തന്നെയാണോ എന്ന് നോക്കിയെടുക്കണം. എന്നിട്ട് നമുക്കതെങ്ങനെയാണ് അളവെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ വശത്ത് നിന്ന് 2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുക. 2 ഇഞ്ച്. പിന്നെ നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത് അത്ര തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുക. ഞാൻ 1.5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ആ 1.5 ഇഞ്ച് ഞാൻ ഇങ്ങനെ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് ഈ 1.5 ഇഞ്ചിനും ഈ 2 ഇഞ്ചിനും ഇടയ്ക്കുള്ള വശത്ത് എത്ര അളവുണ്ടെന്ന് നോക്കുക. അതിന് രണ്ടിനും കൂടി ഇടയിൽ എത്ര അളവുണ്ടെന്ന് നോക്കുക. എനിക്ക് 7 ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത്. എന്നിട്ട് അതിൻ്റെ പകുതി 7 ഇഞ്ചിൻ്റെ പകുതി 7 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3.5 ഇഞ്ച്. അപ്പോൾ 3.5 ഇഞ്ച് ഞാനിത് ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നോക്കുക, 3.5 ഇഞ്ച് കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ആ 3.5 ഇഞ്ച് ഇങ്ങനെ സൈഡിൽ നിന്ന് ചെറുതായി വരച്ചിട്ടാണ്, ചെറുതായി ഇങ്ങനെ വരച്ച് അതിലേക്കാണ്. പക്ഷെ നമുക്ക് ഈ 3.5 ഇഞ്ചിൻ്റെ അവിടെ കാലിഞ്ച്, ആ 3.5 ഇഞ്ചിൻ്റെ അവിടെ 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ബാക്കി സൈഡിലേക്ക് വരുമ്പോൾ ചെറുതായിട്ട് വരണം. ആ 4 ഇഞ്ചേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചെടുക്കുക. കണ്ടോ, ആ 3.5 ഇഞ്ചിൽ 4 ഇഞ്ചായിട്ട് വരയ്ക്കുക. എന്നിട്ട് അതേ നിന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കൂടെ നന്നായിട്ട് നല്ല ചോക്ക് നല്ല അമർത്തി വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് കളർ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുക എങ്ങനെയാണ് വരച്ചെടുത്തേക്കുന്നതെന്ന്. ഇങ്ങനെ നന്നായിട്ട് വരച്ച് കാണിച്ചു തരാം. കണ്ടോ കണ്ടോ, അങ്ങനെയാണ് വരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ വരച്ചതിൻ്റെ തൊട്ടിപ്പുറത്തൂടെ ഒരു അടിപ്പ് കൊടുക്കുക. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ അടിച്ച് വെച്ചിരിക്കുന്ന തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് അടിച്ചെടുക്കാം. അതിൽ തന്നെ അടിച്ചെടുക്കണം.